പച്ചമുളക് എത്ര ആഡ് ചെയ്തു എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മുളക് പൊടി നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതിനുശേഷം വീട്ടിൽ തന്നെ പൊടിച്ച മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതൊരു 2 സ്പൂൺ ആഡ് ചെയ്തു. ഇത്തിരി എരിവ് കൂടിപ്പോയിട്ടുണ്ട്. എരിവ് വേണമല്ലോ, ബീഫൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ആ എരിവോടെ വേണം കഴിക്കാനായിട്ട്. അതിനുശേഷം ഇപ്പോൾ ഇട്ടിരിക്കുന്ന മസാലപ്പൊടിയാണ്. മസാലപ്പൊടി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ആ ഒരു പച്ചച്ചൊവയും ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ വേറൊരു സ്മെല്ലൊക്കെ വരുമല്ലോ, അങ്ങനെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ആ മസാലയിൽ ബീഫൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം വേണം കുരുമുളക് പൊടി ആഡ് ചെയ്യാൻ. കുരുമുളക് പൊടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബീഫിൻ്റെ കാര്യത്തിൽ. ബീഫ് വയ്ക്കുമ്പോഴൊക്കെ നല്ലപോലെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഈ നല്ലപോലെ ഇത് ഇളക്കി ആ ഇളക്കലിലാണ് കറിയുടെ ആ ഒരു പാകം, ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്.